കോഴിക്കോട് വൃക്ഷം 1 മുതൽ 41 ദിവസവും അന്നദാനം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്ഥലം അറിയാൻ ഞാൻ ഒരാഴ്ച വൈകിപ്പോയിട്ടോ. അമ്പലത്തിലെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക സ്വാദാണ് അല്ലേ? ആ സ്വാദ് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഒക്കെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാട്ടോ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ഊണും വൈകിട്ട് അത്താഴവും എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അറിയാൻ കുറച്ച് വൈകി പോയി എന്നുള്ളൂ. ഞങ്ങൾ ഹോസ്റ്റലേഴ്സിന് അയ്യപ്പൻ നേരിട്ട് തന്നൊരു വരദാനം പോലെ എനിക്കിത് തോന്നിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഉച്ചത്തേക്കുള്ള ഊണൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കി ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ദിൽഷ വിളിക്കുന്നത്. നമുക്കൊന്ന് അന്നദാനം കഴിക്കാൻ പോയാലോ എന്ന്. പിന്നെ ഉണ്ടാക്കിയ ഊണ് ബാഗിൽ തന്നെ വെച്ച് അന്നദാനം കഴിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ജാതി മത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അയ്യപ്പന്മാരെക്കാൾ കൂടുതൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ അടുത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഉച്ചയാകുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇവിടെ അടുത്തുള്ള ഹോട്ടലിലൊന്നും ഇപ്പോൾ ആരുമില്ല. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ കുറച്ച് ശർക്കര പായസം, അച്ചാറ്, ഞാൻ ചെന്ന അന്ന് സോയാബീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ. ഉപ്പേരി പോലെ ആക്കിയ, പിന്നെ നല്ല മത്തനും പയറും തേങ്ങ അരച്ച കറിയായിരുന്നു. ഇത് മതി, മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ മെനു ആണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി 12:30 ആകുമ്പോൾ ഇവിടുന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അയ്യപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുന്ന പോലെ ഒരു തോന്നലാണ്. അതിനുശേഷം 2-3 ദിവസം ഭക്ഷണം കഴിക്കാൻ വരാൻ പറ്റിയില്ല. പക്ഷേ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഞാനിപ്പോൾ പോകാറുണ്ട്. ഈ സ്ഥലം കോഴിക്കോട് സ്റ്റാർ കെയറിൻ്റെ ഓപ്പോസിറ്റാണ്.